ഈ സാധാരണ ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് യൂസിനുള്ളത് നമ്മളെ മറ്റേ ഇൻഡസ്ട്രി ലെവല് അവരൊന്നും അല്ലാത്ത സാധാരണക്കാർ ഈ സോളാർ വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഡൊമസ്റ്റിക് എന്ന് മാത്രമല്ല, ഒരു സോളാർ പവർ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അധികം ആളുകളും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇനീഷ്യൽ വിവരങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലോ ഇതിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒരു ഇനീഷ്യൽ വിവരം. ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. അതിൽ മെയിനായിട്ട് ആരിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും പാനൽസ് ഏതാണ്, ഇൻവെർട്ടേഴ്സ് ഏതാണെന്നുള്ളതൊക്കെ അതാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക. അതിൻ്റെ ഒരു 80% ഒരു പവർ പ്ലാന്റിൻ്റെ ബോഡി ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പാനലും ഇൻവെർട്ടറുമാണ്. ഇതിനെ കുറിച്ചിട്ട് എല്ലാവരും ധാരണ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്ന ഇൻവെർട്ടർ അല്ലെങ്കിൽ ഇന്ന പാനൽ എന്നുള്ളൊരു ഇനീഷ്യൽ ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു സോളാർ പവർ പ്ലാന്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സോളാർ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലും ഇൻവെർട്ടറും മാത്രമല്ല, അതിൻ്റെ ഓരോ ഭാഗത്തിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം ഈ വെക്കുന്ന ഇൻസ്റ്റാളർ എടുക്കണം. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു 4 വർഷം കഴിയുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലും ഇൻവെർട്ടറും ഒക്കെ ക്വാളിറ്റി ഉള്ളതും അല്ലെങ്കിൽ ബ്രാൻഡഡൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന കേബിൾസ്, അതേപോലെ ഇതിൽ യൂസ് ചെയ്തുള്ള MCBs, പൈപ്പ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്ടേഴ്സ്, ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ സാധിക്കും. അത് കസ്റ്റമർ അറിയും കൂടിയില്ല. കാരണം ഇതൊക്കെ കവേർഡായിട്ട് പോകുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഡ്യൂട്ടിനുള്ളിൽ കൂടെ എന്തായിരിക്കും കടന്നു പോകുന്നതാണ്. ഒരു കോൺഡ്യൂട്ട് തുറന്നിട്ട് ഒരു കസ്റ്റമർ എന്ത് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് തുറന്നു നോക്കാനും ബാക്കിയുള്ളത് ക്വാളിറ്റി ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റോ ബാക്കിയുള്ളതൊക്കെ വരുമ്പോഴാവും വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊക്കെ നോക്കുക, വേറെ സർവീസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴാണ് എന്ത് ചെയ്യുക പിന്നീട് നോക്കുക. അപ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും.